9 മാസത്തിലേറെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നാസ ശാസ്ത്രജ്ഞരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും നാളെ ഭൂമി തൊടും. ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ 10:35 സുനിതയുമായിട്ടുള്ള പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് യാത്ര തിരിച്ചു. സാഹചര്യങ്ങൾ അനുകൂലമായാൽ പേടകം നാളെ പുലർച്ചെയോടുകൂടി 3:27 ഭൂമിയിൽ ഇറങ്ങും. ഒരാഴ്ചത്തെ ദൗത്യത്തിനായി പോയി 9 മാസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നാസയുടെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങിയിരിക്കുന്നത്. ഇരുവരും ഉൾപ്പെടുന്ന ക്രൂ 9 ദൗത്യ സംഘത്തെയും വഹിച്ചുകൊണ്ട് സ്പേസ് എക്സ് ഫ്രീഡം ഡ്രാഗൺ ക്യാപ്സ്യൂൾ ISS ആണ് 17 മണിക്കൂറോളം ദൈർഘ്യമേറിയ യാത്രയ്ക്ക് ശേഷം നാളെ ഭൂമി തൊടുക. സംഘത്തിൽ സുനിതയ്ക്കും ബുച്ചിനും പുറമെ നിക് ഹേഗ്, അലക്സാണ്ടർ ഗോർബനോവ് എന്നിവരും ഭൂമിയിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഫ്ലോറിഡയുടെ തീരത്തോട് ചേർന്ന് കടലിലായിരിക്കും ഡ്രാഗൺ പേടകം ഇറക്കുക. പാരഷൂട്ടുകൾ വിടുന്നതോടുകൂടി പേടകം സ്ഥിരവേഗം കൈവരിക്കുമെന്നാണ് കരുതുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിലോ മെക്സിക്കോ ഉൾക്കടലിലോ ആയിരിക്കും പേടകം പതിക്കുക. പേടകം വീണ്ടെടുത്ത് യാത്രികരെ കരയിലേക്ക് എത്തിക്കാനാണ് പദ്ധതി.